മറ്റു വാർത്തയിലേക്ക് ലോകത്തെ യുദ്ധങ്ങൾ തടയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ ചോദ്യപേപ്പർ ചോർച്ച തടയാനാകുന്നില്ലെന്ന് പരിഹസിച്ച് രാഹുൽ ഗാന്ധി. ചില സംഘടനകളെ ഉപയോഗിച്ച് മോദി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണെന്നും രാഹുൽ വിമർശിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ 4 വിദ്യാർത്ഥികൾ കൂടി ബീഹാറിൽ അറസ്റ്റിലായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി യുവജന സംഘടനകൾ ദില്ലിയിൽ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈക്കോടതികളിലുള്ള കേസുകൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. നീറ്റ് UGC നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ സമ്മർദ്ദത്തിലായ കേന്ദ്ര സർക്കാരിന് എതിരെ സ്വരം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. രാജ്യത്ത് നിർത്താതെ ചോദ്യപേപ്പർ ചോരുന്നു എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. യോഗ്യത മാനദണ്ഡമാക്കാതെ പ്രത്യയശാസ്ത്രം നോക്കി VCമാർ അടക്കം നിയമിച്ചാൽ ഇങ്ങനെ സംഭവിക്കുമെന്നും രാഹുലിന്റെ പരിഹാസം. कि नरेंद्र मोदी जी ने यूक्रेन की लड़ाई रोक दी थी, मतलब एक ऑर्डर देके जो रूस और यूक्रेन के बीच में लड़ाई चल रही थी उसको रोक दिया था, ब्रेक लगा दी थी. इजराइल और गाजा के बीच में जो लड़ाई चल रही थी उसको भी नरेंद्र मोदी जी ने रोक दिया था. मगर किसी न किसी कारण जो हिंदुस्तान में पेपर लीक हो रहे हैं उसको नरेंद्र मोदी रोक नहीं पा रहे हैं या रोकना नहीं चाहते हैं. നീറ്റ് പരീക്ഷാർത്ഥികളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ അറസ്റ്റിലായ 4 വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് തലേദിവസം ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളും ലഭിച്ചതായി സംഭവിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ച ഇടതു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെയും NSUI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ചോദ്യപേപ്പർ ചോർച്ചയിൽ അറസ്റ്റിലായ സിക്കന്ദർ യാദവേന്ദു RJD നേതാവ് തേജസ്വി യാദവിന്റെ അടുപ്പക്കാരനാണെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയകുമാർ സിൻഹ ആരോപിച്ചു. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈക്കോടതികളിലുള്ള ഹർജികൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന NTAയുടെ ആവശ്യത്തിൽ കക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. റിപ്പോർട്ടർ, ദില്ലി.